നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 15 വയസ്സുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൺകുട്ടിയും കൊണ്ട് മധ്യ തിരുവിതാംകൂറിലെ ഒരു സ്ഥലത്തു നിന്നാണ് മാതാപിതാക്കൾ വന്നത്. ഈ കുട്ടി കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് സ്കൂളിൽ വിചിത്രമായി പെരുമാറുന്നു എന്നുള്ളതാണ്. വിചിത്രമായി പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ ഒരു തീരെ കൊച്ചു കുഞ്ഞ് പെരുമാറുന്ന പോലെയുള്ള ചില ചേഷ്ടകൾ കാണിക്കുന്നു. അധ്യാപകരെടുത്ത് ചെന്ന് കൊഞ്ചുന്നു, എനിക്ക് പാല് വേണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നു. ഒരു 3 വയസ്സോ 4 വയസ്സോ ഉള്ളൊരു കുട്ടി പെരുമാറുന്ന പോലെയുള്ള രീതികൾ. അതേപോലെ അടുത്തിരിക്കുന്ന കുട്ടികളുടെ ബാഗിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നു. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ്റുപാത്രത്തിൽ നിന്ന് ഭക്ഷണം വാരി കഴിക്കുന്നു. ഇതിനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല ഉറക്കെ, കൊച്ചു കുട്ടികൾ കരയുന്ന ശബ്ദത്തിൽ ഉറക്കെ കരയുന്നു. കുറച്ച് നേരം ഈ രീതി നീണ്ടു നിൽക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറുകയും ചെയ്യുന്നു. നീ എന്താണ് ഈ ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ ഞാൻ എന്താ ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് ആദ്യം സ്കൂളിൽ കൂട്ടുകാരുടെ ഇടയിൽ മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അടുത്ത കാലത്തായിട്ട് വീട്ടിലും ഇതുപോലെ കാണിക്കാൻ തുടങ്ങുന്നു. വീട്ടിൽ മാതാപിതാക്കൾ എന്തോ കാര്യത്തിന് വഴക്ക് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ തറയിൽ കിടന്ന് ഈ കൊച്ചു കുട്ടികൾ കാണിക്കുന്ന പോലെ കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ചിങ്ങനെ കരയാൻ തുടങ്ങി. അത് ആ കരയുന്ന സമയത്ത് ഇവൻ്റെ ശബ്ദമേ അല്ല, ഒരു തീരെ കൊച്ചു കുഞ്ഞിൻ്റെ ശബ്ദത്തിലേക്ക് പോകുന്നു. എന്നിട്ട് ഈ കൊച്ചു കുട്ടികൾ സംസാരിക്കുന്ന പോലെ കൊഞ്ചി ഓരോന്നിങ്ങനെ ആവശ്യപ്പെടുന്നു. ഈ രീതി വരികയാണ്. ഏതാനും മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് നേരം ഈ ഒരു സംഭവം നീണ്ടു നിൽക്കുകയും ചെയ്യാൻ. സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ആളുകളിത് ബാധ കയറിയതാണ് എന്നൊക്കെയുള്ള രീതിയിൽ വിചാരിക്കാറുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ആ രീതിയിൽ വീട്ടുകാർ മുന്നോട്ട് നീങ്ങി ബാധ ഒഴിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ എന്നിട്ടും ഈ രീതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടിക്കൂടി വരുന്നു. ഇത് വീട്ടിലും സ്കൂളിലും മാത്രമല്ല, ഇപ്പോൾ കളിക്കാൻ പോകുന്ന സ്ഥലത്തും എല്ലായിടത്തും ഇതേപോലെ കാണിക്കുന്നു. അടുത്ത സമയത്ത് കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒരു കല്യാണത്തിന് ഒത്തുചേർന്നപ്പോൾ അവിടെ വെച്ചും ഈ രീതിയിലൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ബന്ധുക്കളുടെ ഇടയിലൊക്കെ ഇത് സംസാര വിഷയമായതോടെയാണിത് ഒരു ചികിത്സയ്ക്ക് തയ്യാറായി ഇവർ കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ കുട്ടിയെ കൊണ്ടുവന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവന് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. അവൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വ്യക്തമായിട്ട് മറുപടിയൊന്നും പറയുന്നില്ല. പക്ഷെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ കുട്ടി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് അവൻ 9ാം ക്ലാസ്സിലാണ് ഈ പുതിയ സ്കൂളിലേക്ക് മാറിയത്. 8ാം ക്ലാസ് വരെ അവൻ കുട്ടിക്കാലം തൊട്ടേ പഠിക്കുന്നൊരു സ്കൂളിലായിരുന്നു. അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പഠിച്ച് നല്ല സുഹൃത്തുക്കളുമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് തോന്നി കുറച്ചുകൂടെ സ്റ്റാൻഡേർഡുള്ള ഒരു സ്കൂളിലേക്ക് മാറ്റണം, എങ്കിലേ അവൻ്റെ ഭാവി നന്നാകുകയുള്ളൂ എന്ന് തോന്നി. കുറച്ചുകൂടെ സ്ട്രിക്റ്റായ, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ളത് എന്ന് വീട്ടുകാർ കരുതുന്ന ഒരു വിദ്യാലയത്തിലേക്ക് മാറ്റി. ഈ സ്കൂളിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഈ കുട്ടിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം 8ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ അത്യാവശ്യം സ്വാതന്ത്ര്യമുണ്ട്, സാമാന്യം അച്ചടക്കമുണ്ട്, നന്നായി പഠിപ്പിക്കും. പക്ഷേ വലിയ നിർബന്ധ ബുദ്ധികളൊന്നും അവിടെ ഇല്ല. ഈ പുതിയ സ്കൂളിലേക്ക് വന്നപ്പോൾ എല്ലാ കാര്യത്തിനും വലിയ ചിട്ടകളാണ്. ടൈ കെട്ടിക്കൊണ്ട് പോകണം, ഇംഗ്ലീഷിൽ സംസാരിക്കണം, അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല. ക്ലാസ് കഴിയുമ്പോൾ ആൺകുട്ടികൾ ഒരു വരിയായിട്ട് പോകണം, പെൺകുട്ടികൾ അതിന് ശേഷം ഇറങ്ങണം. അങ്ങനെയുള്ള കുറേ കഠിനമായ നിബന്ധനകളാണ്. മാത്രമല്ല 8ാം ക്ലാസ് വരെ നന്നായി മലയാളമൊക്കെ സംസാരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഈ പുതിയ സ്കൂളിലേക്ക് എത്തിയപ്പോൾ അവന് പെട്ടെന്ന് ഇംഗ്ലീഷൊന്നും അങ്ങോട്ട് വഴങ്ങുന്നില്ല. ഇംഗ്ലീഷ് എഴുതാനൊക്കെ അറിയാം, പക്ഷേ പറയാനൊരു പരിചയക്കുറവ് മൂലം പറ്റുന്നില്ല. അപ്പോൾ ഇവൻ പറയുന്ന ഇംഗ്ലീഷിൽ ചെറിയ വൈകല്യങ്ങളൊക്കെ വരുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങി. അല്പം തടിയുള്ളൊരു കുട്ടിയാണ്. ഇവൻ്റെ തടിയുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ ഇവനെ കളിയാക്കാൻ തുടങ്ങി. അവൻ്റെ ശരീരഭാഗങ്ങളിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള ചില രീതികൾ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് ആ സ്കൂള് ഒരു ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. മാതാപിതാക്കളോട് പറഞ്ഞു, എനിക്ക് സ്കൂളിൽ പറ്റുന്നില്ല, എന്നെ സ്കൂൾ മാറ്റണം, എൻ്റെ പഴയ സ്കൂളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മാതാപിതാക്കൾ സ്വാഭാവികമായിട്ട് കരുതി അവന് പഠിക്കാൻ മടിയായതുകൊണ്ടാണ്, നീ ഈ സ്കൂളിൽ തന്നെ പഠിച്ചാൽ മതി, ഇതാണ് നിൻ്റെ ഭാവിക്ക് നല്ലതെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം അവിടെ തന്നെ തുടരാനായിട്ട് പറയുകയാണ്. വീണ്ടും ഈ സഹപാഠികളിൽ നിന്നുള്ള ബുള്ളിയിങ്, ശല്യം ചെയ്യൽ അത് കൂടിക്കൂടി വരുന്നു. സീനിയർ ബാച്ചിലുള്ള കുട്ടികളും ചിലരൊക്കെ ഇവൻ്റെ ഈ കഥകളും ഇവൻ ഇംഗ്ലീഷ് പറയുന്നതിൻ്റെ വൈകല്യങ്ങളും ഒക്കെ സഹപാഠികൾ പറഞ്ഞറിഞ്ഞായിരിക്കാം. സീനിയർ ബാച്ചുള്ള കുട്ടികളും കൂടെ ഇതിന് ഒപ്പം ചേർന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഒരു അവൻ്റെ ഉപബോധ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന
ഒരു നിസ്സഹായാവസ്ഥയുടെ പ്രതിഫലനമായിട്ടാണ് ഈ ഒരു ലക്ഷണം വന്നത്. ഇതിനെ നമ്മൾ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് പറയും. ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒന്നിലധികം ഐഡൻറ്റിറ്റികൾ, ഒന്നിലധികം അസ്തിത്വങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ സ്വീകരിക്കുന്നു. ഈ രണ്ട് അസ്തിത്വങ്ങളുടെയും പെരുമാറ്റ രീതികൾ വളരെ വ്യത്യസ്തമായിരിക്കും. ഇവൻ നോർമലായിരിക്കുന്ന സമയത്ത് ഒരു 15 വയസ്സുള്ള ഒരു ആൺകുട്ടി പെരുമാറുന്ന പോലെ പക്വതയോടുകൂടി നിൽക്കുമ്പോൾ ഇവന് പെട്ടെന്ന് മാനസിക സമ്മർദ്ദം വരുമ്പോൾ ഒരു 3 വയസ്സുള്ളൊരു കുട്ടിയെപ്പോലെ കരയുകയും കൊഞ്ചുകയും നിർബന്ധം പിടിക്കുകയും വാശി കാണിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു. എന്നാൽ അങ്ങനെ കാണിക്കുന്നതൊന്നും ഇവന് ഓർമ്മ തെളിയുമ്പോൾ ഇവന് ഓർമ്മ വരുന്നുമില്ല. അപ്പോൾ ഈ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ കഠിനമായ മാനസിക സമ്മർദ്ദത്തിൻ്റെ പ്രതിഫലനമാണ്. അതിനുള്ള കൃത്യമായിട്ടുള്ള മാനസിക ചികിത്സകൾ അവന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ചില റിലാക്സേഷൻ ടെക്നിക്സും ഹിപ്നോസിസ് ടെക്നിക്സും ഒക്കെ ഇവിടെ ഇതിൻ്റെ ചികിത്സയിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. കഠിനമായ മാനസിക സമ്മർദ്ദം പരിഹരിക്കാനുള്ള പരിശീലനങ്ങളും തീവ്രമായിട്ടുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള മരുന്നുകൾ ഹ്രസ്വകാലത്തേക്ക് കൊടുക്കുകയും ചിന്തകളിലെ വൈകല്യങ്ങൾ തിരുത്താനുള്ള മനഃശാസ്ത്ര ചികിത്സകൾ ഇതെല്ലാം ഉപയോഗിച്ചപ്പോൾ ഒരു 6 മാസം കൊണ്ട് ഈ രോഗലക്ഷണങ്ങൾ പൂർണ്ണമായി മാറി. മാതാപിതാക്കളോട് ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് വിശദീകരിച്ച് എടുക്കാൻ പ്രയാസപ്പെട്ടു. കാരണം പലപ്പോഴും മാതാപിതാക്കൾ കരുതുന്നത് ഇത് വെറുതെ ഇവൻ കാണിക്കുന്നതാണ്, ഇവൻ സ്കൂള് മാറാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി കാണിക്കുന്നതാണ് എന്നാണ് അവരുടെ ധാരണ. അങ്ങനെ മനഃപൂർവ്വം കാണിക്കുന്നതല്ല. ഉപബോധ മനസ്സിൻ്റെ കഠിനമായ മാനസിക സമ്മർദ്ദത്തോടുള്ളൊരു പ്രതിഫലനമായിട്ടാണ്, ഒരു പ്രതികരണമായിട്ടാണ് ഈ പറഞ്ഞ തരത്തിലുള്ള ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി വരുന്നത്. അപൂർവമായി കാണുന്ന ഒരവസ്ഥയാണ്, പക്ഷേ കൃത്യമായ ചികിത്സയിലൂടെ അത് ഭേദപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. നമസ്കാരം.